ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടവും അവസാന ഘട്ടവുമായ വോട്ടെടുപ്പ് കവർ ചെയ്യാൻ ഞാൻ കൊൽക്കത്തയിലുണ്ട്. കൂടാതെ വോട്ടർമാരിൽ നിന്ന് അവരുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്റെ കൂടെ ഈ രണ്ട് വോട്ടർമാരുണ്ട്. മാഡം, താങ്കളുടെ പേരെന്താണ്? റീത്ത മിത്ര. താങ്കളുടെയോ? ജയ്മിത്ര. താങ്കൾ വോട്ട് ചെയ്തപ്പോൾ ഒരു വോട്ടർ എന്ന നിലയിൽ ഈ തിരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ഞാൻ കരുതുന്നത് നമ്മുടെ അഭിപ്രായം നമ്മൾ പ്രകടിപ്പിക്കുക തന്നെ വേണമെന്നാണ്. നമ്മൾ പലതരം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനൊരു പരിഹാരം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആർക്കാണോ ഇത് ചെയ്യാൻ കഴിയുന്നത്, സ്വന്തം ബുദ്ധി അനുസരിച്ച് ആർക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുവോ അവരെ തന്നെ തെരഞ്ഞെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതനുസരിച്ചാണ് ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. പിന്നെ താങ്കൾ പ്രചാരണങ്ങൾ കാണുമ്പോൾ അത് BJP-യുടേതായാലും TMC-യുടേതായാലും ഇടതിൻ്റെതായാലും വോട്ടർമാരുടെ പ്രശ്നങ്ങൾ, അതായത് താങ്കളുടെ പ്രശ്നം പോലുള്ളവ പാർട്ടികൾ ശരിയായ രീതിയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ, അതോ ഉന്നയിച്ചിട്ടില്ലേ? ഇവിടെ എനിക്ക് പറയാനുള്ളത്, ആര് എന്ത് ജോലി ചെയ്തുവോ അവർ ഞാൻ ഇത് ചെയ്യും, ഞാൻ അത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് എത്രത്തോളം കിട്ടുമെന്ന് 5 വർഷം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. അവർ പറയുന്നതിന്റെ 1/4 പോലും നടക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. അതുകൊണ്ട് ആരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്നും ആർക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയുമെന്നും നമ്മൾ കുറച്ചൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വാചകമടി ഒരുപാട് പേർ കാണിക്കുന്നുണ്ട്, പക്ഷേ അത് ഫലപ്രദമാകുമോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കണം. വളരെ നന്ദി സർ. നിങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയം എന്തായിരുന്നു? എൻ്റെ വിഷയം എന്തെന്നാൽ, കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അതിനേക്കാൾ കൂടുതൽ പുരോഗതി വേണം. ഞങ്ങൾ അത് തരും, ഇത് തരും, മറ്റേത് തരും എന്നൊക്കെ പറഞ്ഞ് പകുതി സാധനങ്ങളും ഞങ്ങൾക്ക് കിട്ടാറില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ആളുകൾ എല്ലാ രീതിയിലും പ്രതീക്ഷിക്കുമല്ലോ. അതെ, കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയും പുരോഗതി ഉണ്ടാകണം എന്ന രീതിയിലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെയുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചുകൂടി പുരോഗതി ഉണ്ടാകണം. പക്ഷേ ഇത്തവണത്തെ വോട്ടിനെ കുറിച്ച് ഞങ്ങൾ കണ്ടത്, വോട്ട് നടന്ന രീതി, ഞാൻ കഴിഞ്ഞ ഇത്രയും വർഷമായി വോട്ട് ചെയ്യുന്നു, ഇത്തവണ വളരെ നീതിയുക്തമായും വളരെ നല്ല രീതിയിലുമാണ് ഈ വോട്ട് നടന്നത്. ഇത് ആവശ്യമായിരുന്നു. ഇത്തവണ വോട്ടിങ്ങിന്റെ സജ്ജീകരണങ്ങൾ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ, വളരെ നല്ലതായിരുന്നു. അത് ശരിയാണ്, വളരെ നല്ലതായിരുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായി എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് നന്നായി തോന്നിയത്? നോക്കൂ, പണ്ട് ഞങ്ങൾ നിന്നപ്പോൾ BLOയുടെ മുന്നിൽ കൊടുത്തു. BLO എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്, ഫോൺ വരുന്നുണ്ട്. ഇതിൽ കള്ളവോട്ടിനായി ഇത്രയും ദിവസം നടന്നുകൊണ്ടിരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പൂർണ്ണമായും നിർത്തേണ്ടതാണ്. തീർച്ചയായും ശരിയാണ്. വളരെയധികം നന്ദി. അതുകൊണ്ട് അതിരാവിലെ വോട്ട് ചെയ്യാനെത്തിയ ഈ വോട്ടർമാരിൽ നിന്നെല്ലാം വീണ്ടും രസകരമായ ഒരു കാഴ്ചപ്പാടാണ് ലഭിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ബംഗാളിലെ 142 സീറ്റുകളിലുടനീളം വോട്ടെടുപ്പ് നടക്കുകയാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ഭാഗത്തും കാണാൻ കഴിയുന്നത് പോലെ അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്താൻ അതിരാവിലെ തന്നെ വന്ന വോട്ടർമാരുടെ ഒരുപാട് ക്യൂകളുണ്ട്. ഞാൻ ഒരുപക്ഷെ 1-2 പേരോട് കൂടി സംസാരിക്കാൻ ശ്രമിക്കാം. മാഡം, വിരോധമില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാമോ? എന്താണ് നിങ്ങളുടെ പേര്? എന്റെ പേര് അർപ്പ ദത്ത. അർപ്പ, എനിക്ക് പാർട്ടികളുടെ ഒന്നും പേര് പറയാതെ ഒന്നറിയണം. അതെ. ഒരു വോട്ടർ എന്ന നിലയിൽ, ഒരാൾ എന്ന നിലയിൽ, കൽക്കട്ടയിലെ ഒരു താമസക്കാരി എന്ന നിലയിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ പ്രധാന വിഷയം എന്താണ്? അത് തീർച്ചയായും തൊഴിലാണ്. കൂടുതലായി സ്ത്രീകൾക്കുള്ള സുരക്ഷയും പിന്നെ ഏതൊരു പാർട്ടിയെയും പരിഗണിക്കാതെ നിങ്ങൾ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ, അതുകൊണ്ട് അത് വളരെ അത്യാവശ്യമാണ്. അത് അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും മൃഗങ്ങൾക്കും കൂടിയാണ്. അതുകൊണ്ട് ആ പോയിന്റുകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ സുരക്ഷ എന്ന് പറയുമ്പോൾ സുരക്ഷാ സാഹചര്യം എങ്ങനെയായിരുന്നു എന്നാണ് നിങ്ങളുടെ വിലയിരുത്തൽ? നമുക്ക് പറയാം, ഒരുപക്ഷെ ബംഗാൾ പോലുള്ള ഒരിടത്ത് സ്ത്രീകളുടെ സുരക്ഷ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ. അപ്പോൾ അവിടെ കുറച്ച് നിങ്ങൾക്കറിയാലോ, ഒരു ആറ്റം ഉണ്ടായിട്ടുണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ. കാരണം അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട്. അപ്പോൾ കൂടുതൽ പോലീസുകാർ, നിങ്ങൾക്കറിയാമല്ലോ, ഓഫീസർമാർ അല്ലെങ്കിൽ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർ നന്നായി പ്രവർത്തിക്കുന്ന ഒരു ആപ്പ്. കാരണം നമ്മളെല്ലാവരും ഒരു തരത്തിൽ, നിങ്ങൾക്കറിയാമല്ലോ, ടെക് സാവിയായ ആളുകളാണ്. അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കാം. അതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, അത്തരം ആവശ്യമായ നടപടികൾ എടുത്താൽ സന്തോഷമാകും. നിങ്ങളുടെ മനസ്സിലുള്ള ഏതെങ്കിലും വലിയ വിഷയമുണ്ടോ? പാർട്ടിയുടെ പേര് പറയാതെ. സമാധാനപരമായി വോട്ട് ചെയ്യാൻ വന്നതാണ്, അതാണ് ഞങ്ങൾക്ക് വലിയ കാര്യം. വേറെന്ത് പറയാനാ? നിങ്ങൾ തന്നെ പറയൂ. ഇങ്ങനെയൊരു സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു മരണവും സംഭവിക്കരുത്, ഒരു സംഘർഷവും ഉണ്ടാകരുത്. ഇതാണ് കാര്യം, പ്രത്യേകിച്ചൊന്നുമില്ല. വളരെ നന്ദി. അതുകൊണ്ട് ഞാൻ കരുതുന്നു ഇതാണ് ഇവിടുത്തെ സാഹചര്യം. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിനായി വോട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഇവിടെ വരിയിൽ നിൽക്കുന്നുണ്ട്.